പാട്ടുമരച്ചോട്ടിൽ കാൽപ്പനിക സൗന്ദര്യത്തിൻ്റെ സർഗമുദ്രണം. മലയാളികളുടെ പാട്ടുമരച്ചോട്ടിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും സുഖമുള്ള കാറ്റിൻ്റെ പേരാണ് എസ് ജാനകി. ഈയിടെ അന്തരിച്ച ആ മഹാഗായിക എസ് ജാനകി അമ്മയ്ക്ക് ശ്രദ്ധാഞ്ജലിയാകട്ടെ നമ്മുടെ ഇന്നത്തെ ആദ്യ എപ്പിസോഡ്. പ്രാർത്ഥന, എസ് ജാനകി അമ്മയെ കുറിച്ച് അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയോ? മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ ഫീമെയിൽ സിംഗർ എസ് ജാനകി അമ്മയാണ്. അത് അവരുടെ മാതൃഭാഷ തെലുങ്കാണ്, നമുക്കറിയാം. മലയാളി അല്ലാത്ത ഒരു ഗായികയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി ഫീമെയിൽ സിംഗർ എന്ന നിലയിൽ ചരിത്രമുള്ളത് എസ് ജാനകി അമ്മയ്ക്കാണ്. എല്ലാത്തിലും ഉപരി ഇന്ത്യൻ സംഗീതത്തിൽ നമ്മുടെ എല്ലാ ഭാഷകളിലും ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയിരിക്കുന്നതിൻ്റെ റെക്കോർഡും എസ് ജാനകി അമ്മയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയ ഫീമെയിൽ സിംഗർ എസ് ജാനകി അമ്മയാണ്. ഏതാണ്ട് 25,000 അടുപ്പിച്ച് പാട്ടുകൾ എസ് ജാനകി അമ്മ പാടിയിട്ടുണ്ട്. എസ് ജാനകി അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് പാടി ഈ ട്രിബ്യൂട്ട് ആരംഭിക്കാം. മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ, മയങ്ങൂ മടിമേലെ, മയങ്ങൂ മടിമേലെ, അമ്മേലേ നിന്നെ പുൽകേ അമ്പരം പോലെ ഞാൻ മേഘമായി നിറസന്ധ്യയായി നാദാരോമനെ വീണനിന്നൊരു ഓരോ കനവോ കണ്ടുണരാനായുഷസണയുമ്പോ മലർക്കൊടി പോലെ. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ പാട്ടിൻ്റെ ഈണം ഇന്നും പുതിയ തലമുറയുടെ കുഞ്ഞുമക്കൾ വരെ മൂളിക്കൊണ്ട് നടക്കുന്നു. അത് റിയാലിറ്റി ഷോകളിലൂടെയാണെങ്കിലും ഉപകരണ സംഗീതത്തിലൂടെയാണെങ്കിലും മനസ്സുകളിൽ എന്നും നന്നായി സ്പർശിച്ചിരിക്കുന്ന ഒരു ഈണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് സലിൽ ചൗധരി മാഷ് ഈണം നൽകിയ ഈ പാട്ട്. സലിൽ ചൗധരി ശരിക്കും മലയാള സിനിമയ്ക്ക് വേണ്ടി 26 ചിത്രങ്ങളാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. പക്ഷേ പാട്ടുകളുടെ പെരുപ്പം കൊണ്ട് ഒരു നീണ്ട കാലം മലയാള സിനിമയ്ക്ക് വേണ്ടി സമ്മാനിച്ച സംഗീത സംവിധായകൻ കൂടിയാണ്. ഓക്കെ, ജാനകി അമ്മയുടെ ഏത് പാട്ടാണ് അടുത്ത് നമുക്ക് ഓർമ്മിക്കാനുള്ളത്? മഞ്ഞണി കെ രാഘവൻ മാഷിന്റെ പാട്ട്. ശരിക്കും മലയാള സിനിമയിൽ മലയാളിത്തമുള്ള, അതായത് മലയാള തനിമയുള്ള ഈണം പിറന്നത് കെ രാഘവൻ മാഷിൻ്റെ കാലം മുതലാണ്. അന്നതുവരെ അന്യഭാഷകളിലുള്ള സംഗീതത്തിൻ്റെ അനുകരണ മാതൃകയിലായിരുന്നു. അതായത് അന്യഭാഷയിലുള്ള പാട്ടുകളെ അതേപടി അനുകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു മലയാള സിനിമയിലുണ്ടായിരുന്നത്. പക്ഷെ കെ രാഘവൻ മാഷിൻ്റെ വരവോടുകൂടിയാണ് ശരിക്കും മലയാള തനിമയുള്ള, നാടൻ ശീലമുള്ള, മലയാള മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ പിറന്നത്. ശരിക്കും എസ് ജാനകി അമ്മ കെ രാഘവൻ മാഷിൻ്റെ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു പാട്ടാണ് ഇപ്പോൾ പ്രാർത്ഥന പാടിയ മഞ്ഞണി പൂനിലാവ്. ജാനകി അമ്മയുടെ മറ്റൊരു പാട്ടിലേക്ക് പോവാം. ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പാളത്തേനും നാനാ വാഴത്തോട്ടത്തിൽ നീ തേനും വയമ്പും
പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിൻ്റെ തുടക്കകാലത്തെ പാട്ടുകളിൽ ഒന്നാണിത്. വിചിത്രമലയുടെ വരികൾ, ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം. ഓക്കെ, ഇത് ഇന്നും മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നൊരു പാട്ടാണ്. എനിക്ക് ജാനകിയമ്മയുടെ ഈ പാട്ടുകൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത മതിവരാത്ത പാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതിവരാത്ത പാട്ടുകളുടെ എണ്ണം കൊണ്ടും അതുപോലെ തന്നെ ആലാപനം കൊണ്ടും ഒക്കെ എല്ലാ പാട്ടുകളും എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി പാട്ടുകളുണ്ടെങ്കിലും ഒരു പാട്ട് നമുക്ക് പാടി ഈ ട്രിബ്യൂട്ട് എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകൻ ഉദയം ചെയ്ത സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ആ ചിത്രത്തിലെ ജെറി മാഷിൻ്റെ ഈ പാട്ട് ഇന്നും ആ കാലഘട്ടം കഴിഞ്ഞ് ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും മലയാളിയുടെ ഓരോ കുഞ്ഞു മനസ്സിലും ഇങ്ങനെ എപ്പോഴും മൂളിക്കൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതിനു മുമ്പേ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, കേട്ടത് മധുരതരം, കേൾക്കാനിരിക്കുന്നത് അതിമധുരതരം. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.